മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്തുമസ് ആചരിക്കാത്തത് അല്ലെങ്കിൽ ആഘോഷിക്കാത്തത് എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. കാരണം മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അംഗീകരിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. ലോകത്ത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അംഗീകരിക്കുന്ന രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന് ക്രിസ്ത്യാനികൾ, രണ്ട് മുസ്ലിങ്ങൾ. എന്നാൽ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വിവേചനം എന്ന് ചോദിക്കുന്ന മുസ്ലിങ്ങൾ പോലുമുണ്ട്. അല്ലെങ്കിൽ നമുക്കെന്താ ആഘോഷിച്ചുകൂടെ, നമ്മുടെയും നേതാവല്ലേ എന്ന് ചോദിക്കുന്ന മുസ്ലിങ്ങൾ ധാരാളമുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളാണ് സുന്നി മുസ്ലിങ്ങൾ. ഇങ്ങനെ ജന്മദിനം ആഘോഷിക്കണമെന്ന് അല്ലെങ്കിൽ ആഘോഷിക്കരുതെന്ന് ഒന്നും തന്നെ ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് നമുക്ക് അനുവദനീയമാണ്. എന്നാൽ ഒരു നിർബന്ധ കാര്യമല്ല. ഒഴിവാക്കിയാലും പ്രശ്നമില്ല, അതുപോലെ ആഘോഷിച്ചാലും പ്രശ്നമില്ല. എല്ലാ പ്രവാചകന്മാരെയും തുല്യ രീതിയിൽ വിവേചനമില്ലാതെ കാണണം എന്നാണല്ലോ ഖുർആനിൻ്റെ കൽപ്പന. ആ നിലക്ക് ഈസാ നബിയുടെയും ജന്മദിനം ആഘോഷിക്കുകയോ ആചരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് പലർക്കും തോന്നിപ്പോകും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അതെ, ശരിയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനം ആഘോഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആചരിക്കാവുന്നതാണ്. പക്ഷേ അത് ആ മഹാത്മാവിനെ ഇഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കണം. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്ക്, നയങ്ങൾക്ക് എതിരായിട്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും എന്താണ് മുസ്ലിങ്ങൾ ഈസാ നബിയുടെ ജന്മദിനം അല്ലെങ്കിൽ ക്രിസ്തുമസ് ആചരിക്കാത്തത് അല്ലെങ്കിൽ ആഘോഷിക്കാത്തത് എന്നൊരു ഡൗട്ട് പലർക്കുമുണ്ട്. അതിൻ്റെ ഉത്തരം ഒന്നേയുള്ളൂ. അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം റബീഉൽ അവ്വൽ മാസം 12-നാണെന്ന് നിരവധി ചരിത്ര രേഖകളുണ്ട്. എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനം ഏത് മാസത്തിലാണ്, ഏത് തീയതിയിലാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചരിത്ര രേഖയും AD 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിലുമില്ല. എത്രത്തോളം എന്നാൽ വിശുദ്ധ ബൈബിളിൻ്റെ പുതിയ നിയമം പതിപ്പുകളിൽ പോലും അത്തരമൊരു സൂചന പോലുമില്ല. പകരം AD 4-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അവരുടെ സൂര്യദേവൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന മുൻകാല സമ്പ്രദായത്തെ റോമിലും ഗ്രീസിലുമൊക്കെ ക്രിസ്തുമതം വ്യാപിച്ച് അവിടുത്തെ ഔദ്യോഗിക മതം ക്രിസ്തുമതമായി മാറിയപ്പോൾ പഴയ സൂര്യദേവൻ്റെ ജന്മദിനം ഡിസംബർ 25-ന് ആചരിച്ചു പോന്നിരുന്ന ആ സമ്പ്രദായത്തെ ഈസാ നബിയുടെ, അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജന്മദിനമായി പുതിയ രീതിയിൽ ആചരിക്കാൻ, ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്നതാണ് സത്യം. ഇതൊരു ചരിത്ര വസ്തുതയാണ്, ആർക്കും തന്നെ നിഷേധിക്കാനാവില്ല. അതുകൊണ്ടാണ് AD 1-2 നൂറ്റാണ്ടുകളിലൊന്നും ഇത്തരമൊരു ആഘോഷം പതിവില്ലാതെ പോയത്. കാരണം ഗ്രീക്കുകാരുടെ ഒരു സിദ്ധാന്തം, ഒരു വിശ്വാസമായിരുന്നു ഡിസംബർ 25 സൂര്യൻ്റെ ജന്മദിന ദിവസമാണ്, വാർഷിക ജന്മദിനാഘോഷം അന്നാണ് ആചരിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നു. അവരുടെ നിരവധി ദേവസങ്കല്പങ്ങളിൽ ഒരു പ്രധാന ദൈവമായിരുന്നു, ഒരു പ്രധാന തിയോസായിരുന്നു സൂര്യദേവൻ. ആ സൂര്യദേവ സങ്കല്പം പേർഷ്യയിലും ഇന്ത്യയിലുമൊക്കെയുണ്ട് എന്ന പോലെ ഗ്രീസിലും റോമിലുമൊക്കെ പതിവുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ AD 320-കൾക്ക് ശേഷമാണ് ഇത്തരമൊരു ആഘോഷം ക്രിസ്തുമതത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ഈസാ നബിയുടെ ജന്മദിനം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും നിലവിൽ പാരമ്പര്യപരമായി ആഘോഷിച്ചു പോന്നിരുന്നൊരു ആഘോഷത്തെ പൂർണ്ണമായി മാറ്റി നിർത്താൻ ആ നാട്ടുകാർക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് പുതിയ മതം സ്വീകരിച്ച ആ സർക്കാർ, ഗവൺമെൻറ് പഴയ ആചാരത്തെ പുതിയ മതത്തിൻ്റെ ഭാഗമാക്കി അംഗീകരിച്ചു എന്ന് മാത്രം. എന്നാൽ യേശു ജനിച്ച വർഷമോ മാസമോ തീയതിയോ ചരിത്രത്തിലോ ബൈബിളിലോ രേഖയില്ലാത്തതിനാൽ കേവലം ഒരു സാങ്കല്പികമായി സൂര്യദേവൻ്റെ ജന്മദിനമായോ അല്ലെങ്കിൽ അത്തരമൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഉണ്ടായ ഒരു ആഘോഷത്തെ യഥാർത്ഥ യേശുവിൻ്റെ ജന്മദിനം എന്ന പേരിൽ ആഘോഷിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന നിരവധി ക്രൈസ്തവ സഭകൾ ഇന്നും ലോകത്തുണ്ട്. അതായത് ഡിസംബർ 25-ന് യേശു അല്ലെങ്കിൽ ഈസാ നബി ജനിച്ചതിന് തെളിവില്ല എന്നതുകൊണ്ട് ആ ദിനം ക്രിസ്തുമസ് എന്ന പേരിൽ ആചരിക്കേണ്ട, ആഘോഷിക്കേണ്ട ആവശ്യമില്ല എന്ന തീരുമാനമുള്ള നിരവധി സഭകൾ ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. അത്തരം ചില സഭകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന്, യഹോവയുടെ സാക്ഷികൾ എന്ന വിഭാഗം.
നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പോലും ഈ വിഭാഗമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിഭാഗം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. യേശുവിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും മതത്തിൽ കടത്തിക്കൂട്ടാൻ പാടില്ല എന്ന ഒരു ചിന്താഗതിയുള്ള നല്ല ദൃഢനിശ്ചയമുള്ള വിഭാഗമാണ് യഹോവയുടെ സാക്ഷികൾ എന്ന ഈ വിഭാഗം. അവർ ഇന്നേ വരെ ക്രിസ്തുമസ് എന്ന പേരിൽ ഒരു ആഘോഷം ആഘോഷിക്കുന്നില്ല. ഡിസംബർ 25 അവർക്ക് ഒരു സാധാരണ ദിവസം മാത്രമാണ്. അതൊരു പെഗൻ ആചാരം മാത്രമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം മനുഷ്യനിർമ്മിതമായ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും എല്ലാം അകന്നു നിൽക്കണമെന്നാണ് അവരുടെ സന്ദേശം. 2. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട എത്യോപ്യൻ, റഷ്യൻ വിഭാഗങ്ങൾ, അതുപോലെ ഗ്രീക്ക്, സിറിയൻ, കോപ്റ്റിക്, സെർബിയൻ സഭകൾ, ഇതൊക്കെ ഓർത്തഡോക്സിൽപ്പെട്ട ഒരു അവാന്തര സഭകളാണ്. ഈ സഭകൾ ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനം എന്ന പേരിൽ ആഘോഷിക്കുന്നില്ല. എന്നാൽ അവർക്ക് മറ്റൊരു ആഘോഷമുണ്ട്. അതായത് ജനുവരി 7 അവർ യേശുവിൻ്റെ ജന്മദിനം ആചരിക്കുന്നത്. കാരണം ഡിസംബർ 25 വ്യക്തമായ തെളിവില്ലാത്തതുകൊണ്ടും പകരം ജനുവരി 7 സാധ്യതയുണ്ട് എന്നുള്ള അനുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ പ്രാധാന്യം നൽകുന്നത് ജനുവരി 7 ക്രിസ്തുമസ് എന്നതിന് പകരം ഗന്ന എന്ന പേരിലാണ് ജനുവരി 7 അവർ ആ യേശുവിൻ്റെ വിശുദ്ധ ദിനം ആഘോഷിക്കുന്നത്. ഇനി 3ാമത്തെ വിഭാഗം ഹിബ്രുവിക് ക്രിസ്ത്യൻസ്, അതായത് ഹിബ്രു ക്രിസ്ത്യൻ വിഭാഗം. പ്രധാനമായിട്ടും ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ധാരാളമുണ്ട് ഈ വിഭാഗം. അവർ ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാറില്ല. എന്നാൽ മറ്റൊരു ദിവസം അവർക്കില്ല. ഇങ്ങനെ ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിക്കാത്ത നിരവധി ക്രൈസ്തവ സഭകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചരിത്രത്തിലും ഇന്നും നിലവിലുണ്ട്. അപ്പോൾ ഡിസംബർ 25 യേശു ജനിച്ച ഒരു രേഖയും ഇല്ലാത്തതിൻ്റെ, അതിൻ്റെ അഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ ആ ആഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്നിരിക്കെ എല്ലാത്തിനും തെളിവില്ലാതെ ഒന്നും ചെയ്തുകൂടാ എന്ന ഒരു നിർബന്ധ ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഡിസംബർ 25 ഈസാനബിയുടെ ജന്മദിനമായി ആഘോഷിക്കുക? അതെ, നമുക്കറിയാം, BC 500 മുതൽ തന്നെ ഗ്രീസ്, റോമൻ വിഭാഗങ്ങളിൽ ഡിസംബർ 25 എന്നുള്ളത് സൂര്യദേവൻ്റെ ജന്മദിനമായി ആചരിച്ച ഒരു ജനത പെട്ടെന്ന് മതം മാറിയപ്പോൾ അവരുടെ പഴയകാല ആചാരവും അനുഷ്ഠാനവും ഒഴിവാക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ആ ദിവസത്തെ ഒരു പുതിയ മതവൽക്കരിച്ചുകൊണ്ട് പരിണാമപ്പെടുത്തി എന്ന് മാത്രമാണ് സത്യം. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരിക്കലും തന്നെ ഈസാനബിയുടെ ജന്മദിനം എന്ന് ആഘോഷിച്ചാലും ഡിസംബർ 25 എന്നൊരു ആഘോഷം നമുക്കില്ല. നമുക്കത്തരം ആഘോഷം വേണ്ട.